പാകിസ്ഥാനിലെ സിന്ധിലുടനീളം പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തുകൊണ്ടാണ് പാകിസ്ഥാനെ സിന്ധിൽ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത്? നമുക്കറിയാം, ബംഗ്ലാദേശിൽ വലിയ രീതിയിലുള്ള ആക്രമണം ഹിന്ദുക്കൾക്കെതിരെ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ പാകിസ്ഥാനിൽ ഹിന്ദുക്കൾ അത്ര വലിയ ശക്തിയൊന്നുമല്ല. പാകിസ്ഥാനിൽ ഹിന്ദുക്കളെ കൊന്നൊടുക്കുന്നത് വലിയ വാർത്തയൊന്നുമല്ല. പക്ഷേ അങ്ങനെ ഹിന്ദുക്കളെ കൊന്നൊടുക്കുമ്പോഴും അവിടെയുള്ള ഹിന്ദുക്കൾ ഇത് തങ്ങളുടെ വിധിയാണ് എന്ന് കരുതി സമാധാനിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ശക്തനായിട്ടുള്ള ഫ്യൂഡൽ പ്രഭുവായ സർഫറാസ് നിസാനി എന്ന് പറയുന്ന ഒരു വ്യക്തി, ഈ വ്യക്തി ഹിന്ദു യുവാവായിട്ടുള്ള കൈലാഷ് കോലിഹി എന്ന് പറയുന്ന ഒരു യുവാവിനെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ഇയാളുടെ കൊലപാതകത്തിൽ സിന്ധിലുടനീളം വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ഇത് ന്യൂനപക്ഷ സുരക്ഷ, ഫ്യൂഡൽ ശിക്ഷ ഇളവ്, പാകിസ്ഥാനിൽ നീതിയുടെ അടിയന്തര ആവശ്യം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് വീണ്ടും തുടക്കമിട്ടിരിക്കുകയാണ്. സ്വാധീനമുള്ള ഫ്യൂഡൽ പ്രഭുവായിട്ടുള്ള സർഫറാസ് നിസാനി ആരോപിക്കപ്പെടുന്ന കൈലാഷ് കോഹ്ലി എന്ന ഹിന്ദു യുവാവിനെ ക്രൂരമായി കൊലപ്പെടുത്തിയതിനെ തുടർന്ന് പാകിസ്ഥാനിലെ സിന്ധിലുടനീളം വലിയ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് അത് പാകിസ്ഥാൻ സർക്കാരിനും. നിസാനിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും തീവ്രവാദ കുറ്റങ്ങൾ രജിസ്റ്റർ ചെയ്യണമെന്നും മതന്യൂനപക്ഷങ്ങൾക്ക് ശക്തമായ സംരക്ഷണം നൽകണമെന്നും ന്യൂനപക്ഷ ഗ്രൂപ്പുകളും ആക്ടിവിസ്റ്റുകളും സിവിൽ സൊസൈറ്റി സംഘടനകളും അവിടെ ആവശ്യപ്പെടുന്നുണ്ട്. നിരവധി പട്ടണങ്ങളിൽ നിന്ന് പ്രകടനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അധികാരികൾ ശക്തരായ കുറ്റവാളികളെ സംരക്ഷിക്കുന്നുവെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. വേഗത്തിലുള്ളതും സുതാര്യവും നിഷ്പക്ഷവുമായിട്ടുള്ള നടപടിക്കായി പൊതുജന സമ്മർദ്ദം വർദ്ധിക്കുമ്പോഴും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അന്വേഷണം തുടരുകയാണെന്നും പോലീസ് ഉദ്യോഗസ്ഥർ നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എന്തായാലും കൈലാഷ് കോഹ്ലിയുടെ കൊലപാതകം സിന്ധിലെമ്പാടും വ്യാപക രോഷത്തിന് കാരണമായി. നഗരങ്ങളിലും ചെറുപട്ടണങ്ങളിലും ഒരേപോലെ പ്രതിഷേധങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹിന്ദു സമുദായങ്ങളിലെ അംഗങ്ങൾ, ന്യൂനപക്ഷ അവകാശ പ്രവർത്തകർ, മനുഷ്യാവകാശ സംരക്ഷകർ എന്നിവർ തെരുവിലിറങ്ങി റോഡുകൾ ഉപരോധിക്കുകയും ധർണകൾ നടത്തുകയും ഫ്യൂഡൽ ആക്രമണത്തിനും ഭരണകൂട നിഷ്ക്രിയത്വത്തിനുമെതിരെ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്തു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പ്രാദേശിക ഭൂവുടമയായിട്ടുള്ള സർഫറാസ് നിസാനിയുമായി ഉണ്ടായ തർക്കത്തെ തുടർന്നാണ് കോഹ്ലി ക്രൂരമായി കൊല്ലപ്പെട്ടതെന്ന് പ്രതിഷേധക്കാർ പറയുന്നു. പ്രതിയുടെ സാമൂഹിക രാഷ്ട്രീയ സ്വാധീനം മൂലമാണ് അധികൃതർ നടപടി വൈകിപ്പിക്കുന്നത് എന്നും അവർ ആരോപിച്ചു. ന്യൂനപക്ഷങ്ങൾക്ക് തുല്യനീതി, ഫ്യൂഡൽ ശിക്ഷ ഇളവ് അവസാനിപ്പിക്കുക എന്നിവയ്ക്ക് ആഹ്വാനം ചെയ്യുന്ന പ്രകടനക്കാർ ആ പ്രകടനം വഹിച്ചുകൊണ്ടുള്ള പ്രക്കാർഡുകൾ ശക്തരായ വ്യക്തികൾ പലപ്പോഴും ഉത്തരവാദിത്തത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന ഭയം അടിവരയിടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും പോലീസ് പ്രതികരണവും ഔദ്യോഗിക പ്രസ്താവനകളും ഒന്നും തന്നെ ഇപ്പോൾ കൊലപാതകിക്ക് എതിരല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.